ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ് മെയിൻ പണി. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ചോറ് വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് അരി ഇടാം. അരി നല്ലപോലെ കഴുകിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം മാത്രം ഞാൻ ഈ പാത്രത്തിൽ വെക്കുന്നുള്ളൂ. സോ ഇതാണ് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പോകുന്ന പാത്രം. ഇത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. പിന്നെ ഇതിൽ മെഷർമെൻറ്റ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിനുള്ളിൽ മെഷർമെൻറ്റ്സ് ഉണ്ട്, എത്ര കപ്പ് വെള്ളം ഒഴിക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞാനിപ്പോൾ ഈ അരിക്ക് കുറച്ച് വെള്ളം മാത്രമേ വെക്കുന്നുള്ളൂ. ഇത് തിളയ്ക്കുമ്പോഴത്തേക്കിനും ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ലപോലെ തിളയ്ക്കും. കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും എന്തായാലും ഇത് വെന്ത് വരുമ്പോഴത്തേക്കിനും. അതെന്തിനാന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലേ വേഗം തിളയ്ക്കത്തുള്ളൂ. സോ നമുക്കൊരു 1.5 മണിക്കൂറിനുള്ളിൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. 1.5 മണിക്കൂറല്ല, 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് പെട്ടെന്ന് ഒരുങ്ങി ഓഫീസിൽ പോകണം. അപ്പോൾ ചോറ് വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കണം. സോ ഗൈസ്, ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ഉരുളക്കിഴങ്ങും 2 ബ്രിഞ്ചാളും 2 സവാളയുമാണ്. ഉരുളക്കിഴങ്ങ് 3 മെഴുക്ക് വരട്ടിക്കും, ബ്രിഞ്ചാൾ ഫ്രൈക്കും, സവാള എന്തിനാ മുളക് ചാലിച്ചതിനും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഇത് ഫുൾ എന്ത് ചെയ്യാം, ഉരുളക്കിഴങ്ങ് പീൽ ഓഫ് ചെയ്യാം, അതിൻ്റെ തൊലിയൊക്കെ കളയാം, സവാളയും തൊലി കളയാം, ബ്രിഞ്ചാളിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആക്കാം. അപ്പം ഞാൻ ഇത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ബ്രിഞ്ചാളും മാരിനേറ്റ് ചെയ്യണം, മസാല പുരട്ടി വെക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉരുളക്കിഴങ്ങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് അരിയ, ബ്രിഞ്ചാൾ അരിയ. ഉരുളക്കിഴങ്ങ് നമ്മൾ പീസാക്കി അരി, ബ്രിഞ്ചാൾ നമ്മൾ വട്ടത്തിൽ അരി. ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടിപ്പോയി ഗൈസ്. പിന്നെ ഞാൻ കറികളൊക്കെ കുറെ കൂടുതൽ കൊണ്ടുപോകും. പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് മനസ്സിലായതൊക്കെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ മാറിക്കുമ്പോഴാട്ടോ, വീട്ടിൽ നിന്ന് മാറിക്കുമ്പോഴാ. എൻ്റെ അമ്മ വീട്ടിൽ എന്തുണ്ടാക്കിയാലും തിന്നൂലായിരുന്നു. ഞാനും എൻ്റെ അനിയത്തി. അവിയലൊന്നും ഇഷ്ടമേ അല്ലായിരുന്നു. സാമ്പാർ ട്രോമയായിരുന്നു. പക്ഷെ ഇപ്പോൾ സാമ്പാറൊക്കെ അമ്മേൻ്റെ സാമ്പാറൊക്കെ കിട്ടുക കൊതിയ. വീട്ടിൽ ചെല്ലുമ്പോൾ അതിനേക്കാളും വാരി വലിച്ചു തിരും. 5 നേരമൊക്കെ ഫുഡ് കഴിക്കും ഗൈസ്. നിങ്ങൾ കഴിക്കുമോ? ഈ ബ്രിഞ്ചാൾ നമുക്ക് വട്ടത്തിൽ അരിയണം. എല്ലാം അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ നമ്മൾ തിളയ്ക്കാൻ വെച്ചൊരു വെള്ളം ഉണ്ട്, അതിൻ്റെ അവസ്ഥ എന്തോ നോക്കിട്ടെ. നമ്മൾ തിളയ്ക്കാൻ വെച്ച വെള്ളമല്ലേ, ആ വെള്ളം തിളച്ചു, ചോറും തിളച്ചു. ഇനി നമുക്ക് തിളച്ച വെള്ളം ചോറിലേക്ക് ഒഴിക്കണം. താഴ്ന്ന വണ്ടി പോകുന്ന ഒച്ചയ്ക്കുണ്ടല്ലേ, സാരില്ല. കുറച്ച് കഴിയുമ്പോൾ ഒരു മീൻകാരൻ വരും. പുള്ളീൻ്റെ ഒച്ചയാണ് ഒച്ച. കേടായിപ്പോയി കാണുന്നുണ്ട്, കേടായിപ്പോയി. കേടായത് നമുക്ക് കളയാം. കേടായത് കളഞ്ഞിട്ടുണ്ട്. ചെത്തിയത് ഞാൻ കാണിച്ചു തരാം. ചെത്തിയതല്ല, വട്ടത്തിലരിഞ്ഞത് ഞാൻ കാണിച്ചു തരാം. സവാളയും കൂടി അരിയട്ടെ കേട്ടോ. സവാള എന്തിനാണെന്നറിയോ? മുളക് ചാലിച്ചതിന്. മുളക് ചാലിച്ചത് ഇസ് മൈ ഫേവറേറ്റ്. മുളക് ചാലിച്ചത് മോരും രസമൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണം. നിങ്ങൾ സവാളയും ഈ സാധനം കളയോ? ഞാൻ കളയും, ചിലരും കളയൂല. എന്തിനാ കളയുന്നതെന്നൊന്നും എനിക്കറിയില്ല. അമ്മ കളയും, ഞാനും കളയുന്നുണ്ട്. എന്തിനാ കളയുന്നതെന്ന് അറിയോ? അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. 1 സവാള മതി, 2 സവാള വേണ്ട.
ഒരു സവാള എടുത്തപ്പോൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും. ഉരുളക്കിഴങ്ങ് അരിഞ്ഞു, വഴുതന അരിഞ്ഞു, സവാള അരിഞ്ഞു. ഇനി നമുക്ക് മസാല വരട്ടി വെക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അരി തകൃതിയാ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് മുളക് ചതച്ചുണ്ടാക്കാം. അപ്പോൾ ഈ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. മുളക് പൊടി ആവശ്യത്തിന് മാത്രം. കൂടിപ്പോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇത് എനിക്ക് അമ്മ തന്ന മുളക് പൊടി കേട്ടോ, മില്ലിൽ നിന്ന് പൊടിപ്പിച്ച മുളക് പൊടി. അപ്പൊ കളറുണ്ട്, എരിവുണ്ട്. അപ്പൊ അതിലേക്ക് മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. മെയിനായിട്ട് വേണ്ട സാധനമാണ് എന്തായിരിക്കും? പുളി, വാളംപുളി. വാളംപുളി ആവശ്യത്തിന് ഇട്ടോളൂ. ഇത് വെറുതെ എൻ്റെ ഓഫീസിൽ ചേച്ചി തിന്നും പുളി മാത്രം. അതങ്ങനെ ഒരു സൈക്കോ. കോള് വരുന്നു, പട്ടിയല്ലേ? അതലാറാണ്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും വെള്ളം ഒഴിക്കണം. കുറച്ച് വെച്ചാൽ മതി, ആവശ്യത്തിന് മാത്രം. കുറച്ച് വെള്ളം. അയ്യോ കുടിക്കുകയാണ്. വെള്ളം കൂടിപ്പോയി ഇതായിട്ടില്ല. നല്ല പോലെ കൈ കൊണ്ട് തന്നെ ഞെരടണം. മുളക് ചതച്ചത്. എൻ്റെ അമ്മ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വിളിക്കും, പൊന്നു നിങ്ങളല്ലേ പറഞ്ഞത് തിന്നാൻ പാടില്ലാന്ന്. അപ്പോൾ ഗൈസ്, ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ലഞ്ച് പാത്രത്തിലേക്കാക്കാം. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ ബ്രിഞ്ചാൾ ഫ്രൈയും ഉരുളക്കിഴങ്ങും. ഇത് നമുക്ക് ചോറിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ചോറ് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് ഇന്നത്തെ. നമുക്ക് ഓഫീസിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കാം. ബൈ.